ചെയ്യുന്നു. പി ജെയിംസ് ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. പി ജെയിംസ്, ഇപ്പോൾ ഈ ആക്രമണം നടന്നോ ഇല്ലയോ? അവകാശവാദങ്ങൾ ഇരുഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെയാണ് സാധ്യതകൾ? ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത് അവരുടെ ആയുധ മൂർച്ച കൂട്ടുന്ന ഒന്നുകൂടിയാണല്ലോ പി ജെയിംസ്. തീർച്ചയായിട്ടും അമേരിക്കൻ ആക്രമണത്തിന്റെ ഏറ്റവും കുന്തമുനയായി നിൽക്കുന്നതാണ് എബ്രഹാം ലിങ്കൺ. USS എബ്രഹാം ലിങ്കൺ 90 യുദ്ധവിമാനങ്ങളുമായി അതിന് ചുറ്റിപ്പറ്റി 10 ഡിസ്ട്രോയർ ഫ്രിഗേറ്റ്സ് അടക്കമുള്ള 10 അമേരിക്കൻ യുദ്ധക്കപ്പലുകളുണ്ട്. അങ്ങനെ വലിയൊരു വ്യൂഹത്തിന് നേരെ ആക്രമിച്ചു എന്നുള്ളത് ഒരുപക്ഷെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇതേക്കുറിച്ച് ഇറാൻ മാത്രമല്ല മറ്റ് ഇൻഡിപെൻഡന്റ് ഏജൻസികളും അവിടെ ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അമേരിക്ക ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അവരെ അൽ ജസീറ TV-ക്ക് നൽകിയിരിക്കുന്ന ഒരു അഭിമുഖത്തിൽ US-ന്റെ ഒരു ഒഫീഷ്യൽ എന്നേ പറഞ്ഞിട്ടുള്ള പേര് കോട്ട് ചെയ്തിട്ടില്ല. US official tells Al Jazeera Iranian missile attack did not hit USS Abraham Lincoln aircraft carrier. A US official has told Al Jazeera an Iranian missile attack on USS Abraham Lincoln did not affect the aircraft carrier which continues its operations. The official said the missile did not reach the ship and caused no damage. ഇത് ഒരു US ഒഫീഷ്യലിനെ കോട്ട് ചെയ്ത് ഒരു TV ചാനൽ അൽ ജസീറ എന്ന TV ചാനലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും യുദ്ധരംഗത്ത് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ഗോപികൃഷ്ണനും പറഞ്ഞതാണ് വളരെ ഇതായിട്ട് ഇദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ. പക്ഷേ ഇറാൻ ശക്തമായി നിഷേധിച്ചു എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അഡ്രസ്സ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് മരിച്ചിട്ടുണ്ടാവാം, ഉറപ്പൊന്നുമില്ല എന്നുള്ള രീതിയിലാണ്. ചാനൽ 12 മാത്രമാണ് അത് പറഞ്ഞത്. പക്ഷേ ഇന്ന് ഇറാന് സ്ഥിരീകരിക്കേണ്ടി വന്നു തങ്ങളുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു എന്നുള്ളത്. ഒരുപക്ഷെ യുദ്ധരംഗത്ത് നിൽക്കുമ്പോൾ അവരുടെ പ്രമുഖ നേതാക്കളൊക്കെ കൊല്ലപ്പെടുന്നത് അത്ര പെട്ടെന്ന് ആരും സമ്മതിക്കാറില്ല. അപ്പോൾ ഈ കപ്പല് നേരെ ആക്രമണം നടന്നോ ഇല്ലയോ എന്നുള്ളത് ഇനിയും സ്ഥിരീകരിച്ച് വരേണ്ടതാണ്. അതിൻ്റെ വിഷ്വൽസ് വരുമല്ലോ. ഇറാൻ്റെ കയ്യിൽ വിഷ്വൽസ് ഉണ്ടെങ്കിൽ അവരത് പുറത്തുവിടും. അമേരിക്കയുടെ കയ്യിൽ അത് ഹിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതും പുറത്തുവിടും. ഇപ്പം ഞാൻ ഓർക്കുന്നത് 2020 അവിടുത്തെ ഇറാൻ്റെ ഏറ്റവും വലിയ സൈനിക മേധാവിയായിരുന്ന വളരെ ജനകീയനായിരുന്ന ഖൊസാമി സുലൈമാനിയെ ഇറാഖിലെ തലസ്ഥാനമായ ബാഗ്ദാദിലെ വിമാനമിറങ്ങി കോൺവോയായി വരുമ്പോൾ ലേസർ ഗൈഡഡ് മിസൈൽ വെച്ചാണ് അമേരിക്ക കൊലപ്പെടുത്തിയത്. കോൺവോയിലേക്ക് ലേസർ ഗൈഡഡ് മിസൈൽ വന്ന് പതിച്ച് കോൺവോയിൽ ഇത് തകർന്നു പോകുന്നത് അന്ന് ആദ്യഘട്ടത്തിൽ അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാനിരുന്ന എന്നാൽ പ്രസിഡന്റായിരുന്ന ട്രംപ് ഇത് നേരിട്ട് വീക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് 1 മിനിറ്റ് മുമ്പ് ഇത് ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കാണിച്ചു കൊടുത്തതാണ്. പക്ഷെ തൊട്ടു പിറകെ ഇറാഖിലുണ്ടായിരുന്ന അവരുടെ യുദ്ധക്കപ്പലിന് നേരെ ഇറാൻ മിസൈൽ തൊടുത്തു. അത് ആദ്യം അമേരിക്ക പറഞ്ഞത് അതൊന്നും പതിച്ചിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല എന്നാണ്. പക്ഷേ അത് മിസൈൽ അവിടെ കൊണ്ടു, 2-3 സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അമേരിക്ക പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഒരുപക്ഷെ അമേരിക്ക പറയുന്നതാവും ശരി, അല്ലെങ്കിൽ ചിലപ്പോൾ ഇറാൻ പറയുന്നതാവും ശരി. എന്തായാലും അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. US സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അത്ര എളുപ്പത്തിൽ സാധിക്കുന്നതല്ല, അത് വളരെ കറക്റ്റാണ്. ഒപ്പം തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ ഫൈറ്റിനല്ല നിൽക്കുന്ന യുദ്ധക്കപ്പൽ ജെറാൾഡ് ഫോർഡ് ഇസ്രായേലിൻ്റെ തീരത്ത് ഇസ്രായേലിന് വേണ്ടി എതിരെ വരുന്ന മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ്റെ തടയിടാനും അത് കണ്ടെത്താനുമുള്ള സംവിധാനമാണ് ചെയ്യുന്നത്. ഈ തരത്തിൽ എബ്രഹാം ലിങ്കൺ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ USS ജെറാൾഡ് ഫോർഡ് കൂടി അതിൽ വലിയ യുദ്ധക്കപ്പലാണെങ്കിലും അതിൽ 75 യുദ്ധവിമാനങ്ങളാണുള്ളത്. ഒരുപക്ഷെ ഇതിനേക്കാൾ ലേറ്റസ്റ്റ് ടെക്നോളജി ആണ് അതിലുള്ളത്. ജെറാൾഡ് ഫോർഡിൻ്റെ ടെക്നോളജി എബ്രഹാം ലിങ്കനേക്കാൾ കുറച്ചും കൂടി ലേറ്റസ്റ്റ് ആണ്. മൊത്തം 165 യുദ്ധവിമാനങ്ങൾ ഇതിൽ 2ലായിട്ടുണ്ട്. 8-9 പ്രധാനപ്പെട്ട US ബേസുകളിലായിട്ട് പിന്നെയും യുദ്ധവിമാനങ്ങൾ, ഒരുപാട് 100 കണക്കിന് യുദ്ധവിമാനങ്ങളുണ്ട്. 50 യുദ്ധവിമാനങ്ങൾ ജോർദാനിലേക്ക് അടുത്ത ദിവസങ്ങളിലാണ് എത്തിയത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള F സീരീസിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ ആ ജോർദാനിലേക്ക് ഇന്ന് ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇറാൻ്റെ ഒരു വാദം, ഞങ്ങൾ US ബേസുകളാണ് ആക്രമിക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ ഇത് ഇവരൊക്കെ വിരട്ടാനായിട്ട് കൂടി ഉപയോഗിക്കുന്നുണ്ട്. ജനവാസ കേന്ദ്രങ്ങളിൽ ഇത് വന്ന് വീഴുന്നുണ്ട്, മിസൈലുകൾ വീഴുന്നുണ്ട്, ഒരുപാട് പേർക്ക് പരിക്ക് പറ്റുന്നുണ്ട്. ഗൾഫ് മേഖലയെ മുഴുവൻ ടെററൈസ് ചെയ്യുന്ന രീതിയിൽ ഇറാൻ പെരുമാറുന്നത്. ഇറാൻ കാണുന്നത് ഞങ്ങളെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിട്ട് ഞങ്ങൾ എന്തിനു നോക്കിയിരിക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന
ഗൾഫ് രാജ്യങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല. അതിൽ ഇപ്പോൾ ഈ ഇറാന്റെ വിദേശകാര്യമന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, "We began by targeting the enemy's military bases in the region. However, they have evacuated those bases and relocated to hotels. In doing so, enemy commanders are effectively creating human shields for themselves. We have sought to confine our operations strictly to military personnel and facilitate that are directly supporting actions against Iran." അതായത് ഈ മനുഷ്യ കവചമായി ഉപയോഗിക്കാൻ വേണ്ടി ഈ അമേരിക്കൻ അല്ലെങ്കിൽ ഇസ്രായേൽ സൈനികർ ശ്രമിക്കുന്നു. അവർ ആളുകൾ, അതായത് ഹോട്ടലുകളിൽ പോയി താമസിക്കുന്നു, അവർ സൈനിക ക്യാമ്പുകൾ ഒഴിവാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ആക്രമണം അവരെ മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് എന്ന ഒരു ജാമ്യമെടുക്കൽ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ഇത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ കഴിയും? ഗോപി, ഒരു പക്ഷേ ഇതായിരിക്കും ഒരു ജാമ്യമെടുക്കൽ എന്ന് തന്നെ പറയേണ്ടി വരും. എന്ന് വെച്ചാൽ ഇപ്പോൾ ക്രൗൺ പ്ലാസ ബഹ്റിനിൽ ആക്രമിച്ചു. അത് 5 സ്റ്റാർ ഹോട്ടലാണ്. അവിടെ അമേരിക്കൻ സൈനികർ തീർച്ചയായിട്ടും താമസിക്കുന്നുണ്ടാവണം. അതിൻ്റെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് അവർക്ക് കിട്ടിക്കാണണം. ക്രൗൺ പ്ലാസയെ പോലൊരു നക്ഷത്ര ഹോട്ടൽ ആക്രമിക്കുമ്പോൾ ഇത് US ബേസ് ആക്രമിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ തെറ്റി പോയി ആക്രമിച്ചതായിരിക്കാം. അതിനൊരു ന്യായീകരണം കണ്ടെത്തിയിരിക്കുന്നു. കാരണം അവരൊക്കെ ഒഴിഞ്ഞുപോയി ജനക്കൂട്ടത്തിനിടയിൽ താമസിക്കുന്നു. ഇതാണ് ഹമാസിനെ കുറിച്ച് ഗസയിലും പറഞ്ഞുകൊണ്ടിരുന്നത്. ഗസയിൽ പോയി അവർ ജനക്കൂട്ടത്തിനിടയിൽ താമസിക്കുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ജനക്കൂട്ടത്തെ ആക്രമിക്കേണ്ടി വരുന്നതെന്ന് ഇസ്രായേൽ ഇതേ ന്യായം പറഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് ഇറാന്റെ അവകാശവാദം നമുക്ക് ഒറ്റയടിക്ക് തള്ളിപ്പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ആക്രമിച്ചാൽ, ഇറാനെ ആക്രമിച്ചാൽ നിങ്ങളുടെ ബേസുകളിൽ ഞങ്ങൾ ആക്രമിക്കുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഗോപികൃഷ്ണൻ മറ്റേ ജൂണിൽ 2025 ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയ 12 ദിവസം. അതിൻ്റെ അവസാനത്തിൽ ഖത്തറിൽ എയർബേസ്, അവിടെയാണ് അമേരിക്കയുടെ കമാൻഡ് സെൻറ്റർ ഉള്ളത്, അവിടെ കയറി മിസൈൽ അടിച്ചിരുന്നു. അപ്പം ഇത് തീർച്ചയായിട്ടും ആ തരത്തിൽ ഒരു സാധ്യത കൂടി കണക്കിലെടുത്തായിരിക്കും. ഇപ്പൊ കുവൈറ്റിൽ തീർച്ചയായും VP ജെയിംസ് GK ഇപ്പോൾ അടക്കേണ്ടി വന്നു. തീർച്ചയായും അത്തരത്തിൽ പുതിയ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ എത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.